വളർന്നത്. അമ്മയോടെ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അത്രയ്ക്ക് ഉള്ളുകളിലൂടെ ഓടി നടക്കുക അമ്മ. പുറത്തേക്ക് ഇറങ്ങുന്നില്ല, പരസ്യത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല, കയ്യടി മേടിക്കാനല്ല, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്താൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന പരിശുദ്ധമ്മ. ഈ മാതൃകയാണ് നമുക്ക് വേണ്ടത്. ഈശോയെ മാതൃകയാക്കണം കുഞ്ഞുങ്ങൾ. ഈശോയുടെ പുണ്യം എന്താ? അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കന്മാർക്ക് വിധേയനായി വളർന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വിധേയപ്പെട്ട് വളരുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സ്കൂളുകളിൽ നിന്ന് ചൂരല് മാറി വീട്ടിലും എടുക്കാൻ നമുക്ക് അവകാശമില്ല. ചൂരലെടുത്താൽ, വടിയെടുത്താൽ പിള്ളേർ കേസ് കൊടുക്കും. കാലം മാറി. ഇവിടെയൊക്കെ എവിടെ, എങ്ങനെ, ഏത് രീതി കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും പ്രിയപ്പെട്ടവരെ, ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ കിട്ടുന്ന ആയുധം കൊണ്ട് അല്ലെങ്കിൽ കൈ കിട്ടുന്ന വടി കൊണ്ട് അവരെ തല്ല് അല്ലെങ്കിൽ വടി ഒടിയുന്നവരെ വരെ തല്ലുന്നതിന് പറയുന്ന പേര്. ശിക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലിയിട്ട് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കണം എന്തിനാണ് അപ്പൻ അല്ലെങ്കിൽ അമ്മ കൊച്ചിനെ തല്ലിയത് എന്ന്. നിങ്ങൾ നാളെ നാട്ടുകാരൻ നിന്നെ എടുത്തിട്ട് തല്ലാതിരിക്കാനാണ് ഞാൻ നിന്നെ തല്ലിയതെന്ന് അവന് ബോധ്യപ്പെടണം. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്വാധീനമുള്ള ഘടകങ്ങളായിട്ട് അമ്മ മാറണം. അതല്ലേ കുഞ്ഞുമക്കള് ഈ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരെ അമ്മമാർ എന്തോരം തല്ലിയാലും അവര് ചിലപ്പോൾ നമുക്കിട്ട് കണ്ണെടുത്തെറിഞ്ഞെന്നിരിക്കും, വടിയെടുത്ത് നമുക്ക് തല്ലിയെന്നിരിക്കും. ഈ തല്ലെല്ലാം കഴിഞ്ഞിട്ട് വലിയ വിഷമം വരുമ്പം അവൻ പിന്നെയും വന്ന് കെട്ടിപ്പിടിക്കണത് ആരെയാ? ആ അമ്മയെ തന്നെ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്രസൻസിന്റെ ഗുണം. നമ്മൾ ആ ഒരു ലെവല് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മുതിർന്ന ക്ലാസ്സിലും ഒക്കെ അവർക്കുണ്ടാകണം. നഴ്സിംഗ് പഠിക്കാൻ പോയവരും മറ്റു കോഴ്സുകൾ പഠിക്കാൻ പോയവരുമൊക്കെ അമ്മയുമായിട്ട് നിരന്തര സമ്പർക്കത്തിലാണ് എന്ന്, അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കണം.